പല വിമാനങ്ങൾ റദ്ദാക്കുന്നു. തിരുവനന്തപുരത്തും കൊച്ചിയിലും കരിപ്പൂരുമൊക്കെ വ്യാപകമായ വിമാനങ്ങൾ റദ്ദാക്കുകയാണ്. ഡൽഹിയിലും വിമാനങ്ങൾ റദ്ദാക്കുന്നു. യാത്രക്കാർക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് അത് ചെറുതല്ല. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്നും ചേരുന്നു. വിപിൻ, ഇവിടെ കൊച്ചിയിൽ നിന്നും ഏറ്റവും ചുരുങ്ങിയത് ഒരു 10-15 വിമാനങ്ങൾ ഇതിനോടകം റദ്ദാക്കിയിട്ടുണ്ട്. യാത്രക്കാരുടെ പ്രതികരണം എങ്ങനെയാണ്? വലിയ ബുദ്ധിമുട്ട് അവർക്കുണ്ടാക്കുന്നതാണ്, സംശയമില്ല. വിപിൻ. അതെ, വലിയ ആശങ്കയുടെ മണിക്കൂറുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരുപാട് യാത്രക്കാർ ഇപ്പോൾ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഈ വിമാനത്താവളത്തിൻ്റെ ഇന്റർനാഷണൽ ഡിപ്പാർച്ചറിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. അവരൊക്കെ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുന്ന ഒരു സമയമാണ്. കാരണം അവരൊക്കെ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് പല വിമാനങ്ങളും ഇപ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം അറിയുന്നത്. മറ്റൊന്നും അതിൽ ചെയ്യാനുമില്ല. എത്രയും വേഗം അവിടേക്ക് എത്തേണ്ട ഒരു സമയത്താണ് ഇങ്ങനൊരു യുദ്ധം ഉണ്ടാകുന്നതും അവിടുത്തെ വിമാനത്താവളങ്ങളെല്ലാം അടച്ചു എന്നുള്ള വിവരവും ലഭിക്കുന്നത്. ഇവിടെ ഇപ്പോൾ എല്ലാം തന്നെ ക്യാൻസൽ എന്ന് എഴുതിയിരിക്കുന്ന ബോർഡുകൾ മാത്രമാണ് കാണാൻ കഴിയുന്നത്. ചിലത് ഷെഡ്യൂൾ എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ വിമാനത്താവളത്തിലുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ അതും ക്യാൻസൽ ചെയ്യാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. 7:25 ഷാർജയിലേക്കുള്ള എയർ അറേബ്യ റദ്ദാക്കിയിട്ടുണ്ട്. 9:35 രാത്രി അബുദാബിയിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാനം റദ്ദാക്കിയിട്ടുണ്ട്. പുലർച്ചെ 2:45 കുവൈറ്റിലേക്ക് പുറപ്പെടേണ്ട ജസീറ എയർവേസ് റദ്ദാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ റാസൽ ഖൈമയിലേക്കുള്ള ഇൻഡിഗോ 9:50 വിമാനങ്ങൾ ചുരുങ്ങിയത് ഓരോ കമ്പനികളുടേതായി റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഒപ്പം തന്നെ 7:55 അബുദാബി എയറിന്റെയും 6:40 ദോഹ എയറിന്റെയും റദ്ദാക്കി എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരികയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ കൃത്യമായി അറിഞ്ഞതിന് ശേഷം മാത്രം വിമാനത്താവളത്തിലേക്ക് എത്തുക എന്നുള്ളത് കൂടിയാണ് സിയാൽ ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. നിരവധി യാത്രക്കാരുണ്ട്. ചേട്ടൻ എവിടെ നിന്നാണ്, എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഞാൻ അബുദാബി. ഞങ്ങൾ ആക്ച്വലി ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുവാ. ഞങ്ങൾക്ക് അബുദാബിക്ക് പോകണം. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണോ പകുതി വഴി അങ്കമാലി നമുക്ക് ന്യൂസ് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് അറിയുന്നത്. ഇവിടെ വന്നപ്പോൾ അവർ കയറ്റി വിടുന്നില്ല. അപ്പോഴാണ് അറിയുന്നത്. ഞങ്ങളൊക്കെ പോകാൻ നിൽക്കുന്നവരാ, എല്ലാവരും പോകാൻ നിൽക്കുന്നത്. ഈ വിമാനത്താവളത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഇവിടുത്തെ അവർ ടിക്കറ്റ് ബുക്ക് ചെയ്ത കമ്പനികളുമായി ബന്ധപ്പെട്ട് എന്താണ് വിമാനത്തിന്റെ ഒരു സ്റ്റാറ്റസ് എന്നറിഞ്ഞതിന് ശേഷം മാത്രം എത്തുക എന്നുള്ളതാണ് സിയാലും അറിയിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണുന്ന പോലെ തന്നെ എന്ത് ഇനി ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന നിരവധി യാത്രക്കാർ ഇപ്പോൾ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു ദൃശ്യമാണ്, കാഴ്ചയാണ്. അഷ്മി. ഓക്കെ, അങ്ങനെ യുദ്ധത്തിൻ്റെ സ്വാഭാവിക പരിണിതിയൊക്കെയാണ് ഈ പറഞ്ഞ എയർ സ്പേസുകൾ അടയ്ക്കുക, വിമാനങ്ങൾ റദ്ദാക്കപ്പെടുക, യാത്രക്കാർ കഷ്ടപ്പെടുന്നത് ബാക്കിയാവുന്നു. എന്തായാലും ആ കഷ്ടപ്പെടൽ ഇവിടെ മാത്രമല്ല, രാജ്യത്തെമ്പാടും, ഡൽഹി അടക്കം അല്ലെങ്കിൽ ലോകത്തെമ്പാടും പല സ്ഥലങ്ങളും ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കി. ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത് ഇറാനിൽ ഇസ്രായേൽ ആക്രമിച്ച സ്കൂൾ അതൊരു പ്രൈമറി സ്കൂളാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ 40 കുഞ്ഞുങ്ങളാണ് യുദ്ധത്തിൻ്റെ ആദ്യ കാഷ്വാലിറ്റി എന്ന് ഉറപ്പായും പറയണം. ഇസ്രായേൽ അവരുടെ സ്കൂളുകൾ അടയ്ക്കുന്നു, അവിടെ പബ്ലിക് ഗ്യാതറിങ്ങുകൾ അല്ലെങ്കിൽ പൊതുയോഗങ്ങൾ അവിടെ നിരോധിക്കുന്നു. അവിടെയും നിരന്തരം സൈറനുകൾ മുഴങ്ങുന്നു. ലോകം യുദ്ധമുഖത്താണെന്ന് ഉറപ്പായും പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.